വെൽക്കം സ്ക്രീൻ അറ്റ്മോസ്. മൈ ഹാർട്ടി വിഷു ഫെലിസിറ്റേഷൻസ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമയെക്കുറിച്ച് കേട്ടറിഞ്ഞു. നമ്മുടെ പ്രശസ്ത തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസ് സാറിൻ്റെ മകൻ ഡിനു ഡെന്നിസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. നമ്മുടെ സ്വന്തം മമ്മൂക്ക നായകനായി വരുന്ന ഒരു സിനിമ. ഒരു ബിസിനസ്സുകാരൻ്റെ വേഷത്തിലാണ് മമ്മൂക്ക അതിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആകസ്മിക സംഭവങ്ങളിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം. ഒരു റോഡ് മൂവിയായാണ് സിനിമ അവതരിപ്പിക്കപ്പെടുന്നത്. വലിയ സന്തോഷം തോന്നി. പക്ഷെ പിന്നീട് ആ സിനിമയെക്കുറിച്ച് ഒരു വാർത്തയും കുറേ കാലം കേട്ടില്ല. അതിനുശേഷമാണ് ആ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വരുന്നത്. ബസൂക്ക, കഥാപശ്ചാത്തലം ഗെയിം ത്രില്ലർ. അങ്ങനെ അത്യന്തം പുതുമകളോടെ ഒരു സിനിമ അങ്ങനെ തുടക്കമാകുന്നു. വലിയ പ്രതീക്ഷകളും നമുക്കുണ്ടായി. ഡിനു ഡെന്നിസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഏകദേശം 3 വർഷക്കാലമെടുത്തത്രേ ആ സിനിമയുടെ തിരക്കഥ പൂർത്തീകരിക്കാൻ. ആദ്യം അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം ജോഷി സാറിൻ്റെ അടുത്ത് പോയി സംവിധാനം ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടി ജോഷി സാറ് പറഞ്ഞു, നീ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. നിൻ്റെ തിരക്കഥ നല്ലതാണെന്ന് പറഞ്ഞു. മമ്മൂക്കയെ കഥ കേൾപ്പിക്കാൻ പോയ കഥയും അദ്ദേഹം പറഞ്ഞു. 5 മിനിറ്റ് കൊണ്ട് കഥ പറഞ്ഞു തീർക്കണമെന്ന് മമ്മൂക്ക ആവശ്യപ്പെട്ടത്രേ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒന്നും പറയാനാവില്ല എന്ന് ഡിനു ഡെന്നിസ് പറഞ്ഞു. അങ്ങനെ തിരക്കഥ മുഴുവനായി മമ്മൂക്ക കേട്ടു. അത്യന്തം എക്സൈറ്റഡായി മമ്മൂക്ക എന്നാണത്രേ കേട്ട വാർത്ത. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതീക്ഷ എത്രത്തോളം വലുതായിരിക്കും. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായി ഗൗതം മേനോൻ സാറ് വരുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുതിയ കഥയെക്കുറിച്ചും സംവിധാനം ചെയ്യേണ്ട സിനിമയെക്കുറിച്ചും മാത്രമാണ് ചിന്ത. അഭിനയം അദ്ദേഹത്തെ ഒരു തരത്തിലും എക്സൈറ്റ് ചെയ്യിക്കുന്നൊരു കാര്യമേ അല്ല. എന്നിട്ട് പോലും ഇതിൻ്റെ കഥ കേട്ടപ്പോൾ, ഇതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹവും ഡേറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. ഇതൊക്കെ കൂടെ കേൾക്കുമ്പോൾ ബസൂക്ക എന്ന സിനിമ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വാനോളമുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ തുടങ്ങിയ ദിവസം തന്നെ കാണുവാനായി തിയേറ്ററിലേക്ക് പോകുന്നത്. 2.5 മണിക്കൂറാണ് ഈ സിനിമയുടെ ആകെ ദൈർഘ്യം. ഈ 2.5 മണിക്കൂറിൽ വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ 2 മണിക്കൂറും അത്യന്തം വിരസമായ മടുപ്പിക്കുന്ന രംഗങ്ങളിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം. അവസാനം വരുന്ന കുറച്ച് സമയം മാത്രമാണ് നമ്മെ എലിവേറ്റ് ചെയ്യുന്ന കുറച്ച് രംഗങ്ങളെങ്കിലും ഉള്ളത്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി സിനിമ നമ്മെ ഒരു തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യിക്കാത്ത ഒന്നായി മാറി. ഞാനിവിടെ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. 3 വർഷക്കാലമെടുത്ത് ഒരു തിരക്കഥ പൂർത്തിയാക്കുമ്പോൾ ആ തിരക്കഥയ്ക്ക് ഇത്രയും കാമ്പും കരുത്തും മൂല്യവും മതിയാകുമോ? പുതുതായി ഇനിയും എത്രയോ തിരക്കഥാകൃത്തുക്കളായ സംവിധായകർ ഇങ്ങോട്ട് വരാനുണ്ട്. അവരും കൂടി തിരക്കഥയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നെനിക്കൊരു അപേക്ഷയുണ്ട്. ഡിനു ഡെന്നിസ് അടുത്ത സിനിമയിലെങ്കിലും ബസൂക്ക 2 അനൗൺസ് ചെയ്തെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിലെങ്കിലും ഈ പറ്റിയ തെറ്റുകളൊക്കെ തിരുത്തി മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു സിനിമയുടെ ബാക്ക് ബോൺ, നട്ടെല്ലെന്ന് പറയുന്നത് തിരക്കഥ തന്നെയാണ്. തിരക്കഥ വളഞ്ഞാൽ സിനിമ കുനിഞ്ഞു പോകും. അതുണ്ടാവാതിരിക്കട്ടെ. താങ്ക് യു.